അപ്പോൾ അവൻ തന്നെ നിന്നെ കെട്ടി അല്ലേ? പക്ഷെ ഞാൻ തൊട്ടും പ്രതീക്ഷിച്ചില്ല നീ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് നിൽക്കുമെന്ന് വിചാരിച്ച് ചെയ്തു അത്. മുന്നിൽ നിൽക്കുന്നവൻ്റെ ഒഴിഞ്ഞു നോട്ടം കാണി അറപ്പോടെ കണ്ണുകൾ മാറ്റി ദക്ഷയെ നോക്കി ചിരിയോടെ അവൻ പറയുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ദക്ഷ. അവൻ്റെ താലി കഴുത്തിൽ കയറിയതിൽ പിന്നെ നീ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. അവൻ കാര്യമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഒരു വഷളൻ ചിരിയോടെ ദീപക് പറയുമ്പോൾ കത്തുന്ന കണ്ണോടെ അവനെ നോക്കിയവൾ. ദീപക് ദക്ഷ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഗൈനക്കോളജി ഡോക്ടറാണ് ആള്. ദക്ഷയുടെ പുറകെ തന്നെയാണ് അവൻ. ആളുടെ കയ്യിലില്ലാത്ത സ്വഭാവം ഒന്നുമില്ല. അതിൽ പെണ്ണ് കേസാണ് കൂടുതൽ. അയാൾക്കെതിരെ ആരും പരാതി കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ വിലസി നടക്കുന്നുണ്ട്. എന്നാലും നിന്റെ ഭാഗ്യം സമ്മതിക്കണം ദക്ഷ. ഇവിടുത്തെ ഓണറിനെ തന്നെ വളച്ചെടുത്തു. അന്ന് ഇന്ദ്രൻ സാറിൻ്റെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അയച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ കഴിയുമായിരുന്നു നീ. എനിക്കിപ്പോൾ അതോർത്ത് വല്ലാത്ത നഷ്ടബോധം തോന്നുന്നു. ആ അങ്ങനെ അങ്ങ് പോകാതെ ദക്ഷ. ദീപക് പറഞ്ഞു കേട്ട് തിരിഞ്ഞു നടക്കാൻ നിന്ന ദക്ഷയുടെ കയ്യിൽ പിടിച്ചു നിർത്തിയവൻ. ദക്ഷ ഡോക്ടറെ. തൻ്റെ കൈ വലിച്ചെടുത്ത് ദീപകിനോട് ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും അക്ഷയ് ഒരു സംശയത്തോടെ അവിടെ അടുത്തേക്ക് വന്നു. ദക്ഷയുടെ അരികിൽ നിൽക്കുന്ന ദീപകിനെ കണ്ടതും അക്ഷയുടെ മുഖം ഒന്ന് മാറി. അവൻ വേഗത്തിൽ ദക്ഷയുടെ അരികിലേക്ക് വന്നു. താൻ എന്താ ഇവിടെ? ഡ്യൂട്ടി തുടങ്ങാൻ സമയമായില്ലേ? അക്ഷയ് നോക്കി ദീപക് ഗൗരവത്തോടെ ചോദിച്ചു. ഡ്യൂട്ടി തുടങ്ങാൻ പോകുന്നേയുള്ളൂ. എനിക്ക് ദക്ഷ ഡോക്ടറോട് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. അക്ഷയ് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ദീപക് അവരെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. അവനോടൊക്കെ നീ എന്തിനാ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നേ? അവൻ്റെ നോട്ടൊന്നും അത്ര ശരിയല്ല. ദേഷ്യത്തോടെയും പരിഭവത്തോടെയും പറയുന്ന അക്ഷയ് നോക്കി ദക്ഷയൊന്ന് തല കുടഞ്ഞു പോയി. അവൻ എന്ത് സംസാരിക്കുമായിരുന്നു ഡോക്ടറോട്? കൂടുതൽ മിണ്ടാനോ ഒന്നും പോകണ്ട ആളോട്. അയാളൊട്ടും ശരിയല്ല എന്ന പൊതുവെ ഒരു സംസാരം. ദീപക് പോയ വഴി നോക്കി അക്ഷയ് ഗൗരവത്തിൽ പറയുമ്പോൾ ദക്ഷ അവന് ദേഷ്യത്തിലൊന്ന് നോക്കി. എന്താ ഡോക്ടറെ രാവിലെ തന്നെ മുഖം എങ്ങനെ ചുവന്നു നിൽക്കുന്നത്? ദക്ഷയുടെ നോട്ടം കണ്ടതും അവളെ നോക്കി ഒരു കണ്ണിറക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും കൂടുതൽ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ ദക്ഷ മുന്നോട്ട് നീങ്ങിയിരുന്നു. ഹാ അങ്ങനെ ഇങ്ങ് പോകാതെ. ഞാൻ ഡോക്ടറോട് സംസാരിക്കാനല്ലേ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നത്. അപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ പോയാൽ എങ്ങനെയാ ഇത്തിരി ഒന്ന് സംസാരിക്കാം? അക്ഷയ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അക്ഷയ് വിട്. ഇല്ല എന്നോട് മിണ്ടാതെ പോകണ്ട, എനിക്കത് വിഷമമാകും. അക്ഷയ് അവളുടെ കൈ വിടാതെ പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ രൂക്ഷമായി നോക്കി. ആ സമയം തന്നെയാണ് തൻ്റെ കയ്യിൽ നിന്നുള്ള അവൻ്റെ പിടി വിട്ട് അക്ഷയ് പുറകിലേക്ക് തെറിച്ചു പോയത്. ഇന്നലെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലടാ. വീണ്ടും അവളുടെ നേർക്ക് പോയെങ്കിൽ അതിനുള്ള സമ്മാനം വാങ്ങിയിട്ട് പോയാൽ മതി നീ. താഴെ വീണ് കിടക്കുന്ന അക്ഷയുടെ തല പിടിച്ച് ചുമരിൽ ഇടിച്ചുകൊണ്ട് ഇന്ദ്രൻ ചീറിയതും ദക്ഷൻ ഞെട്ടിൽ നിന്നും പുറത്തു വന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി. വിട്, അവനെ വിടാൻ. ഇന്ദ്രനെ പിടിച്ച് മാറ്റാൻ നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞതും ഇന്ദ്രൻ അവളെ പുറകിലേക്ക് തള്ളി നീക്കിയിരുന്നു. പെട്ടെന്നായതുകൊണ്ട് ദക്ഷയുടെ നെറ്റി ചുവരിലായി ഇടിച്ചു. ഒന്നെരിവ് വലിച്ച് നെറ്റി പൊതിഞ്ഞു നിന്നതും കാറ്റുപോലെ എന്തോ വന്ന് ഇന്ദ്രനെ തട്ടിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. ഡോക്ടറെ വേദനിച്ചോ? നെറ്റിയും ചുണ്ടും മുറിഞ്ഞ് ചോര പൊടിഞ്ഞു നിന്നിട്ടും അത് ശ്രദ്ധിക്കാതെ തൻ്റെ നെറ്റിയിൽ ആകുലതയോടെ നോക്കുന്ന അക്ഷയ് കണ്ട് ദക്ഷ വിലങ്ങനെ തല കുലുക്കി. എടാ പതിയെ എഴുന്നേൽക്ക്. അക്ഷയ് തള്ളി മാറ്റിയ ശക്തിയിൽ ദൂരെ തെറിച്ചു പോയ ഇന്ദ്രനെ സിദ്ധുവും തീർത്തയും കൂടെ ചേർന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയ്യോ ചോര. ഇന്ദ്രൻ്റെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര തുടച്ച് നീക്കിക്കൊണ്ട് തീർത്ത വെപ്രാളത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രന് അക്ഷയോട് വല്ലാത്ത ദേഷ്യം തോന്നി. അതേ ദേഷ്യത്തോടെ തന്നെ അവന് നേരെ പാഞ്ഞു ചെന്ന് ദക്ഷയെ പിടിച്ച കൈ പുറകിലേക്കൊന്ന് വലിച്ചോടിച്ചത്. പെട്ടെന്നായിരുന്നു ഇന്ദ്രൻ്റെ ആ പ്രവൃത്തി. അത് കണ്ടുകൊണ്ട് തന്നെ ആർക്കും അത് തടയാൻ പോലും പറ്റിയിരുന്നില്ല. ആ അക്ഷയ് നിലവിളിയുടെ താഴെ കിടന്ന് പിടഞ്ഞതും ദക്ഷ ഇന്ദ്രനെ പുറകിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് അവനെ പിടിച്ചു വെച്ചു. അക്ഷയ് കൈക്ക് എന്തെങ്കിലും പറ്റിയോ? വെപ്രാളത്തോടെ താഴെ കിടക്കുന്നവനെ താങ്ങി പിടിച്ചുകൊണ്ട് ദക്ഷ ചോദിച്ചതും വേദനയോടെ അവൻ നിന്നിറങ്ങി. വാ നമുക്ക് ഡോക്ടറെ കാണാം. പൊട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? സാരത്തുമ്പുകൊണ്ട് അക്ഷയുടെ ചുണ്ടിലെയും നെറ്റിയിലെയും ചോര തുടച്ച് നീക്കിക്കൊണ്ട് ദക്ഷ അവനെ ചേർത്ത് പിടിച്ചതും വേദനയോടെ അവൻ അവളോട് ചേർന്ന് നിന്നു. ദക്ഷ എന്താ നീ കാണിക്കുന്നത്? അമർഷത്തോടെ ഇന്ദ്രൻ അവളോട് ചീറുമ്പോൾ അവനെ രൂക്ഷമായി നിന്ന് നോക്കിക്കൊണ്ട് അക്ഷയെയും കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. മുന്നിലെ സംഭവത്തിൽ ഞെട്ടിയെന്ന തീർത്ത പതി ഇന്ദ്രൻ്റെ തോളിൽ കൈകൾ വെച്ചു. അവളെ മറ്റൊരുവനൊന്ന് നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല തീർത്ത. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ അമർഷത്തിൽ പറയുമ്പോൾ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അവൾ ചിമ്മി അടച്ചു. വല്ലാത്ത വേദന നെഞ്ചിനെ കീറി മുറിക്കും പോലെ തോന്നിയിട്ടും പുറത്ത് പ്രകടിപ്പിക്കാതെ നിന്നവൾ. നീ കുറച്ചു നേരം മുന്നേ വരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. സിദ്ധു കളിയോടെ ചോദിച്ചു കേട്ടതും ഇന്ദ്രൻ അവനെ നോക്കി പല്ല് കടിച്ചു. അവളൊരു ഡോക്ടർ അല്ലടാ. എത്രയൊക്കെ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും മുന്നിൽ ഒരുവൻ കൈ ഒടിഞ്ഞു കിടക്കുമ്പോൾ
അവൾക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഇന്ദ്രൻ്റെ ഭാവം കാണി ഒരു ചിരിയോടെയാണ് സിദ്ധു അത് ചോദിച്ചത്. അപ്പോഴും കുറച്ചു മുൻപ് ഇന്ദ്രൻ പറഞ്ഞ വാക്കുകളിൽ വേദനിച്ച് നിൽക്കുകയായിരുന്നു തീർത്ത. അക്ഷയ് ഉറക്കം നിലവിളിക്കുന്നത് കേൾക്കെ ദക്ഷ പുറത്ത് സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അക്ഷയുടെ ഫ്രണ്ട്സ് വിവരമറിഞ്ഞ് അവിടെ എത്തിയിരുന്നു. പുറത്ത് നിൽക്കുന്ന ദക്ഷയെ കണ്ട ആദ്യം അവർന്ന് പരുങ്ങിയെങ്കിലും അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരരികിൽ അവരും മാറി നിന്നു. അക്ഷയ് നോക്കി ഡോക്ടറെ പുറത്ത് വന്ന് കണ്ട് ദക്ഷ അയാളുടെ അടുത്തേക്ക് വേഗം നടന്നു. പൊട്ടലൊന്നുമില്ല ദക്ഷ, എങ്കിലും കൈ കുറച്ച് ദിവസം അനക്കണ്ട. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ടാബ്ലറ്റ് കൂടെ എഴുതുന്നുണ്ട് ഞാൻ. എന്തായാലും ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയിന്ന് റെസ്റ്റ് എടുക്കട്ടെ. മെഡിക്കൽ ലീവ് ഉള്ളതാണ്, ഞാൻ കൊടുത്തോളാം. ഇത്തിരി പ്രായം ചെന്നൊരു സീനിയർ ഡോക്ടറാണ് അവനെ നോക്കിയത്. അയാൾ പറഞ്ഞു കേട്ടതും ദക്ഷ പതിന്ന് തല കുലുക്കി. ഡോക്ടറുടെ കയ്യിൽ തരാൻ പറഞ്ഞു. അക്ഷയുടെ ഫോൺ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലായിരുന്നു. അതിലൊരു കോൾ വന്നതും അവർ സംസാരിച്ചുകൊണ്ട് ദക്ഷയ്ക്ക് നേരെ നീട്ടി. ആരാ? ദക്ഷ ഫോൺ വാങ്ങാതെ നിന്ന് സംശയിച്ചു നിന്നു. അക്ഷയുടെ അപ്പയാ. അവൻ്റെ ഫ്രണ്ട് ഒരുവൻ പറഞ്ഞു കേട്ടതും വെപ്രാളത്തോടെ ആ ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചിരുന്നു അവൾ. സാർ. അക്ഷയ്ക്ക് എന്താ ദക്ഷ, എന്താ ഉണ്ടായത്? ബഹുമാനത്തോടെ ദക്ഷ വിളിച്ചതും മറുവശത്തു നിന്നും ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടവളൊന്ന് പരങ്ങി. അക്ഷയുടെ കാര്യം പറയണോ വേണ്ടെന്ന് അവൾ ചിന്തിച്ചു. ദക്ഷ കേട്ടില്ലേ അയാളുടെ മുറുകിയ ശബ്ദം? സാർ, ഒരു തെറ്റിദ്ധാരണ. ഇവിടുത്തെ MDയുമായിട്ട് അക്ഷയ് നുടക്കി. അവൾ പറഞ്ഞതിന് അയാളെ നമർത്തി മൂളി. ഞാൻ ഇന്ന് തന്നെ എത്തും അവിടെ. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞതല്ലേ? എവിടെ അതിന് പറ്റിയത്? ദക്ഷ കാണില്ലേ അവൻ്റെ ഒപ്പം? അയാൾ അവളുടെ മറുപടിക്ക് വേണ്ടി കാതോർത്തു. ഞാൻ നിൽക്കാം സാർ, ഡ്യൂട്ടിയുണ്ട്, പക്ഷെ ഞാൻ ലീവ് എടുത്തോളാം. ദക്ഷ പറഞ്ഞു കേട്ടതും അയാളൊന്ന് മോളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അത് കണ്ടവൾ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് അങ്ങനെ നിന്നു. നിങ്ങളിവിടെ കാണുമല്ലോ, ഞാൻ ലീവ് എടുത്തിട്ട് വരാം. അവൻ്റെ ഫ്രണ്ട്സിനോട് ദക്ഷ ചോദിച്ചതും അവർ അമ്പരപ്പോടെ തല കുലുക്കി. അത് കാണി അവൾ വേഗം ലീവ് പറയാൻ വേണ്ടി നടന്നു നീങ്ങി. അക്ഷയുടെ അപ്പയെ ദക്ഷ ഡോക്ടറിന് എങ്ങനെ അറിയാം? അവൻ്റെ ഫ്രണ്ട്സായിട്ട് നമുക്ക് പോലും അറിയില്ലല്ലോ ആളെ. അവൻ്റെ ഫ്രണ്ട്സിൽ ഒരുവൻ പറഞ്ഞു കേട്ട് മറ്റവൻ അറിയില്ലെന്നതുപോലെ കൈ മലർത്തി. ദക്ഷ ലീവ് എടുത്തത് ആ അക്ഷയുടെ കൂടെ പോയി എന്നാണ് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. അവർ അത്രയ്ക്ക് അടുപ്പമായിരുന്നോ? ഇന്ദ്രനോട് പറഞ്ഞുകൊണ്ട് സിദ്ധു ചോദിച്ചതും ദക്ഷയോടുള്ള ദേഷ്യം ഇന്ദ്രനിൽ നിറഞ്ഞു കവിഞ്ഞു. താൻ അവനെ തല്ലിയിടപ്പോൾ തന്നെ തടഞ്ഞവനെയും കൊണ്ട് പോയവളുടെ മുഖം മനസ്സിലേക്ക് വരവേ ഇന്ദ്രൻ തലമുടിയിൽ അമർത്തി പിടിച്ചു. എന്നാലും ആ ചെറുക്കൻ്റെ കൈ അങ്ങനെ പിടിച്ച് തിരിക്കണ്ടായിരുന്നു ഇന്ദ്ര. അവർ എന്താ സംസാരിച്ചത് നമ്മൾ കേട്ടില്ലല്ലോ. ദക്ഷയുടെ കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞ് നീ കാണിച്ചു കൂട്ടിയത് ഇത്തിരി കടുത്തുപോയി. സിദ്ധു അവനെ കുറ്റപ്പെടുത്തിയതും ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പിന്നെ കാറിൻ്റെ ചാവിയും എടുത്ത് ശരവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ദക്ഷയുടെ കാര്യത്തിൽ അവനൊട്ടും പിടികിട്ടുന്നില്ലല്ലോ. സിദ്ധു പറഞ്ഞതിന് നിർവികാരമായി ഇന്ന് മൂളി തീർത്ത. നിനക്ക് എന്തു പറ്റിയടി? അവളുടെ മാറിയിരിക്കുന്ന മുഖത്തേക്ക് സിദ്ധു സൂക്ഷിച്ചു നോക്കി. എനിക്ക് നല്ല തലവേദന സിദ്ധു, ഒന്ന് വീട്ടിൽ പോകണമായിരുന്നു, ഒന്ന് കിടക്കണം. അവൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും സിദ്ധു ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തീർത്ഥയുടെ ഒപ്പം നടന്നു. ദക്ഷ ഡോക്ടർ വരുന്നുണ്ടോ? ദക്ഷയുടെ കാറിൽ അക്ഷയ് കയറ്റിയൊപ്പം അവളും കയറിയിരിക്കുന്ന കണ്ടും ദക്ഷ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മൂളി. ശോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ രണ്ട് കൈയും ആരെങ്കിലും ഇട്ട് ഞാൻ തല്ലി ഓടിക്കുമായിരുന്നല്ലോ. അടങ്ങിയിരിക്കാൻ നോക്ക്, കൈ അധികം അനക്കണ്ട. സന്തോഷത്തോടെ പറയുന്ന അക്ഷയ് നോക്കി കടുപ്പത്തിൽ ദക്ഷ പറയുമ്പോൾ തല കുലുക്കിക്കൊണ്ട് അവൻ സീറ്റിൽ ചാരിക്കിടന്നു. അവൻ്റെ കണ്ണുകൾ ഡ്രൈവ് ചെയ്യുന്ന ദക്ഷയിൽ മാത്രം തറഞ്ഞു നിന്നു. അത് മനസ്സിലാക്കിയിട്ടും അവനെ തിരിഞ്ഞു നോക്കാൻ പോയില്ല അവൾ. 10-15 മിനിറ്റ് ഡ്രൈവിന് ശേഷം അക്ഷയും ഫ്രണ്ട്സും താമസിക്കുന്ന വില്ലയ്ക്ക് മുന്നിൽ കാർ ഒതുക്കി ഹോൺ അടിക്കുമ്പോൾ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്തിരുന്നു. അത് കണ്ടതും മുന്നിലേക്ക് കാർ എടുത്ത അവളെ അക്ഷയ് സന്തോഷത്തോടെ ഒന്ന് നോക്കി. വിളക്കെടുത്ത് ആനയിക്കാൻ ഇവിടെ ആരില്ലാട്ടോ ഡോക്ടറെ. എന്തായാലും വലതുകാൽ എടുത്തു വെച്ച് തന്നെ വാ. നാടകമായി അക്ഷയ് പറഞ്ഞു കേട്ടതും അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇടതുകാലെടുത്ത് വെച്ചവൾ അകത്തേക്ക് കയറി. അത് കണ്ടതും അവൻ്റെ മുഖം ഒന്ന് കോർത്തു. പക്ഷേ ദക്ഷ കണ്ടിരുന്ന് അടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചുറ്റും നോക്കി നിന്നും. പുറകിൽ വാതിലടഞ്ഞ ശബ്ദം കേട്ടവൾ അക്ഷയ് തിരിഞ്ഞു നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണോ? വേണ്ട. ദക്ഷയുടെ ഗൗരവം നിറഞ്ഞ ചോദ്യം കേട്ടതും വീർത്ത മുഖത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് അക്ഷയ് സെറ്റിൽ പോയി നേരെയിരുന്നു. എനിക്കൊരു സംശയം അങ്ങോട്ട് തീരുന്നില്ല ഡോക്ടറെ. ഞാൻ ഡോക്ടറെ പിടിച്ചതിന് ആ ഇന്ദ്രൻ എന്തിനാ എന്നോട് ചൂടാവുന്നത്? അക്ഷയ് എന്നൊരാൾ ഇരിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാതെ അടുക്കളയിൽ കാര്യമായി പണിയിൽ ഏർപ്പെട്ട ദക്ഷ അവൻ്റെ ആ ചോദ്യത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അതെൻ്റെ ഭർത്താവായതുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് കാണും. നിസ്സാരം പോലെ ദക്ഷ പറഞ്ഞു കേട്ട് അക്ഷയ് അവളെ ഞെട്ടലോടെ നോക്കി. ഇന്ദ്രൻ സാർ, അയാളാണോ അത്? അക്ഷയ് എന്തു പറയണമെന്നറിയാതെ പതിയെ ചോദിച്ചതിന് അവളൊന്ന് മൂളി. മോശമായിപ്പോയി. അയാൾ എന്നെക്കുറിച്ച് എന്ത് കരുതും?
അക്ഷയ് ഇടത് കൈ കൊണ്ട് നെറ്റിയിൽ നിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടതും ദക്ഷ അവനൊന്ന് കോർപ്പിച്ച് നോക്കി. പിന്നെ മറുപടിയൊന്നും പറയാതെ ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധ കൊടുത്തു. പക്ഷെ അയാൾ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഇത് പറയണ്ടായിരുന്നു. അക്ഷയ് പറഞ്ഞിട്ട് കുറച്ചു നേരം മൗനമായിരുന്നു. ദക്ഷയും ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല. ഇവിടെ അങ്ങനെ പാചകമൊന്നുമില്ല, അതാ ആകെ പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നേ. നിശബ്ദതയെ ഭേദിച്ച് അടുക്കളയിൽ പൊടി പിടിച്ച് കിടക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന ദക്ഷയെ നോക്കി അക്ഷയ് പറഞ്ഞതും അവിടുന്ന് മൂളി. എനിക്ക് ഡോക്ടർ വയ്ക്കുന്ന മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ തോന്നുന്നു, ഉണ്ടാക്കി തരുമോ? അതിനുള്ള സാധനങ്ങൾ വേണമെങ്കിൽ സെക്യൂരിറ്റി വിട്ട് വാങ്ങിപ്പിക്കാം. അവൻ കൊതിയോടെ പറഞ്ഞു കേട്ടതും സാരത്തും പെടുത്തി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ടേബിളിലിരിക്കുന്ന നോട്ടിൽ നിന്നൊരു പേപ്പർ കീറി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എഴുതി പുറത്തേക്ക് നടക്കുന്നവളെ കാണി അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു മൂളിപ്പാട്ടും പാടി അകത്തേക്ക് വരുന്നവളെ കാത്ത് അവൻ അവിടെ തന്നെ ഇരുന്നിരുന്നു. സമയം ഉച്ചയോടടുത്തപ്പോൾ ഏകദേശം അടുക്കളയിലെ പണിയും അവൾ ഒരുക്കിയിരുന്നു. തൂത്ത് തുടച്ച് വന്നവൾ ആകെ ഒന്ന് വിയർത്ത് ചുവന്നു പോയി. ഡോക്ടർ ആകെ അങ്ങ് വിയർത്തു പോയി. പക്ഷെ ആ വിയർപ്പിന് വരെ വല്ലാത്തൊരു സുഗന്ധം. അവളെ അരൂപം നോക്കി താടിയിൽ കൈ കൊടുത്തൊരു ചിരിയോടെ അക്ഷയ് പറയുമ്പോൾ ദക്ഷ അവനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സെറ്റിലിരിക്കാൻ പോയി. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും സംശയത്തോടെ പോയി ഡോർ തുറന്നവൾ മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും ഒന്നമ്പരന്ന് പോയി. നിനക്കകത്ത് എന്ത് ജോലിയായിരുന്നടി? എൻ്റെ താലിയിട്ടുകൊണ്ട് കണ്ടവൻ്റെ ഒപ്പം മഴിഞ്ഞടൻ ഞാൻ സമ്മതിക്കില്ലടി മോളെ. ദക്ഷ വിയർത്ത് നിൽക്കുന്ന കണ്ടതും കാലിത്തുള്ളി ഇന്ദ്രൻ അവളെ നിനക്ക് ചിരിയത് കേട്ടതും അക്ഷയുടെ മുഖം അമർഷത്തോടെ മുറുകി. പിന്നെ അയാൾ ആ പറഞ്ഞതിനുള്ള മറുപടി ദക്ഷ കൊടുക്കുമെന്ന് കരുതി തൻ്റെ റൂമിലേക്ക് നടന്നവൻ ഇനിയും അവിടെ ഇരുന്ന് ഇയാളുടെ അറയ്ക്കുന്ന വാക്കുകൾ കേൾക്കാൻ വയ്യ. സൂക്ഷിച്ച് സംസാരിക്കണം, നിങ്ങളെപ്പോലെയാണ് ഞാൻ കരുതരുത്. അതുമല്ല, ഇന്നലെ രാത്രി നിങ്ങൾ തീർച്ചയായുമായി ബെഡ് ഷെയർ ചെയ്തതിൽ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഒരു വിവേചനം? നിങ്ങൾക്കാകാമെങ്കിൽ എനിക്കുമാകാലോ. അതല്ല, ഈ താലിയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്കതിനത് പൊട്ടിച്ചെടുക്കാം, ഞാൻ തടയില്ല. രൂക്ഷമായി നോട്ടത്തിൽ ദക്ഷ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പുകഞ്ഞുകൊണ്ട് അവളെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു. നിനക്കെന്നെ അറിയില്ല, ഇഷ്ടം തോന്നിയതെല്ലാം മടക്കി പിടിച്ചു തന്നെയാണ് ഇന്ധനശീലം. അതിലൊന്നു തന്നെയാണ് നീയും. ഞാൻ പോലും തൊട്ടു നോക്കാതെ നീ മറ്റൊരുവൻ്റെ എച്ചിലാകുന്നത് നോക്കി നിൽക്കാൻ മാത്രം വിശാല മനസ്കതയൊന്നുമില്ല എനിക്ക്. ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതും അവൻ്റെ കൈ തട്ടിക്കളഞ്ഞ് ഇന്ദ്രനെ നോക്കിയെന്ന് പുച്ഛിച്ചു അവൾ. എന്താടി നിനക്കൊരു പുച്ഛം? ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു, അതുപോലെയാണല്ലോ വിയർത്ത് നിൽക്കുന്നത്. അവളിലൂടെ കണ്ണുകൾ എഴിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞും ദക്ഷയുടെ കണ്ണുകളൊന്ന് കോർത്തു. തൻ്റെ അമ്മ ഇങ്ങനെ വിയർത്ത് നിന്നാലും നിങ്ങളെ നാവിൽ നിന്നും ഇതേ വരൂ അല്ലേ? അമ്മയ്ക്ക് തന്നെ വിളിച്ചതും ഇന്ദ്രൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളി. അമ്മയ്ക്ക് പറയുന്നൊരു മോളെ, അത് നീ ഇന്ദ്രൻ്റെ അമ്മയ്ക്ക്. പിന്നിലേക്ക് മറിഞ്ഞു വീഴാൻ പോയ ദക്ഷയെ പിടിച്ചു നിർത്തി തൻ്റെ ശരീരത്തിലേക്ക് അമർത്തി ഇന്ദ്രൻ. ഇതിനുള്ള സമ്മാനം നിനക്ക് വേണ്ടേ? ഏതോ ഒരുത്തിന് വേണ്ടി ലീവും പറഞ്ഞ് ആരുമില്ലാത്ത വീട്ടിൽ അവനൊപ്പം വന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ലല്ലോ. നിന്റെ നിൽപ്പ് കണ്ടിട്ട് പകുതിയിൽ വഴിയിൽ വെച്ച് എല്ലാം നിന്നതുപോലെയുണ്ട്. ബാക്കി ഞാൻ ചെയ്തു തരാടി. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ സാരിയിൽ കൈ വെച്ചതും ഊക്കോടെ അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ചെറിയ ടേബിളിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചവൾ. ഡോക്ടറെ! ഇന്ദ്രൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് റൂമിൽ നിന്നും ഇറങ്ങി വന്ന അക്ഷയ് കാണുന്നത് ഈ രംഗമാണ്. അത് കണ്ടതും ദക്ഷയുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് അവൻ വിളിച്ചതും അതേ ഭാവത്തോടെ തന്നെ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു. തലയിലൂടെ രക്തം ഒഴുകി താഴെ വേച്ചു വീണുപോയി ഇന്ദ്രൻ മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദക്ഷയെ പകയോടെ നോക്കി. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന്, തൊട്ടാൽ ഇതുപോലെയായിരിക്കും എൻ്റെ മറുപടി. ഇന്ദ്രനെ നേരെ ദക്ഷ ഉച്ചത്തിൽ ചീറുമ്പോൾ അവനൊരു വേള അവളെ നോക്കിയിരുന്നു പോയി. സെക്യൂരിറ്റി! ഒരു നിമിഷം അമ്മ അങ്ങനെ നിന്നു പോയെങ്കിലും അക്ഷയ് പുറത്തേക്ക് ഓടിപ്പോയി ഉറക്ക വിളിച്ചു. ഇയാളെ ആ കാറിൽ തന്നെ കൊണ്ട് ഹോസ്പിറ്റലാക്കണം. ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ ഓണറാണ്, അവിടെ ആക്കിയാൽ മതി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ നോക്കി അക്ഷയ് പറഞ്ഞു കേട്ടതും അയാളുടെ കണ്ണുകൾ അകത്തേക്കൊന്ന് പാഞ്ഞു. അവിടെ താഴെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്ന ഇന്ദ്രനെ വേഗം താങ്ങി പിടിച്ചുകൊണ്ട് അയാൾ അവൻ്റെ കാറിൽ തന്നെ ഇരുത്തുമ്പോൾ ഇന്ദ്രൻ്റെ നോട്ടം മുഴുവനും കലിയുടെ മുന്നിൽ നിൽക്കുന്നവളിലായിരുന്നു. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് പറ ഇന്ദ്ര. ഞാൻ ചോദിച്ചിട്ട് നീ ഒരു അക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. സിദ്ധു ഇന്ദ്രൻ്റെ അരികിൽ നിന്ന് അമർഷത്തോടെ പറയുമ്പോൾ അവൻ കണ്ണുകളൊന്ന് തുറന്നു. തീർത്ത എവിടെ? ഇന്ദ്രൻ്റെ ചോദ്യം അതായിരുന്നു. അവൾക്ക് തലവേദനയെന്ന്, അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവൾ വീട്ടിൽ മരുന്ന് കഴിച്ച് കിടക്കുകയാണ്. സിദ്ധു അവൻ്റെ അരികിലിരുന്ന് പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പതിയൊന്ന് മോളി. ദക്ഷ! ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും സിദ്ധു സംശയത്തോടെ അവനെ നോക്കി. അവൾ അടിച്ചതാ. നടന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ പറയുമ്പോൾ സിദ്ധു ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ഡാ, അവൾ ഇങ്ങനെ ചെയ്തോ? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അവളോട് മോശമായിട്ട് ഇടപെടുന്നത്? ഏതൊരു പെണ്ണിൻ്റെയും മാനത്തെപ്പറ്റി പറഞ്ഞാൽ അവർ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത്. സിദ്ധു പറഞ്ഞതിന് ഇന്ദ്രൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് മൂളിയതേയുള്ളൂ. അവൻ ആ അക്ഷയ്, അവനും അവളുമായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിക്കണം.
സാധാരണ ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു ബന്ധുവല്ല അവർ തമ്മിൽ, വേറെന്തോ. ഇന്ദ്രൻ ആലോചനയോടെ പറയുമ്പോൾ സിദ്ധു അതിന് ഒന്ന് അമർത്തി മൂളി. ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം അവൾക്ക്, ഇത്തിരി കഴിയട്ടെ. അതോടെ അവൾ കൊമ്പൊടിയണം. പിന്നെ എൻ്റെ കാൽ കീഴിലായിരിക്കണം അവളുടെ ജീവിതം. പല്ലുകൾക്കിടയിൽ വെച്ച് ഇന്ദ്രൻ അമർഷത്തിൽ പറയുമ്പോൾ സിദ്ധു തലയിൽ കൈ കൊടുത്തിരുന്നു പോയി. തീർത്ത ഡോർ പതുക്കെ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്കൊന്ന് കണ്ണെറിഞ്ഞു. അവളുടെ അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. തന്നെ കാണാതെ അകത്തേക്ക് കയറി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കയ്യിലിരുന്ന ബ്ലഡ് എടുത്ത് ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ ഇടത് കൈ നീട്ടിപ്പിടിച്ച് അതിലെ ഞരമ്പിന് പുറത്തോടെ ആഴത്തിലൊന്ന് വരച്ചു. വേദന സഹിക്കാമെന്ന് കരുതെങ്കിലും ആ നിമിഷം അവളൊന്ന് കരഞ്ഞുപോയി. കയ്യിൽ നിന്ന് ഒഴുകുന്ന ചോരത്തുള്ളികൾ കണ്ടവൾ ആ വേദനയ്ക്കിടയിലും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ബ്ലഡ് നിൽക്കുന്നില്ല എന്ന അവസ്ഥ വന്നതും ചെറുതായി കണ്ണുകളൊന്ന് മങ്ങി അവൾക്ക്. എങ്കിലും ബെഡിൽ കിടന്ന ചിരിയോടെ കണ്ണടയ്ക്കുമ്പോൾ അരികിൽ വരുന്ന തൻ്റെ അമ്മയുടെ സാമീപ്യവും അവിടെ അലറിക്കരച്ചിലും അവ്യക്തമായെങ്കിലും അവൾ കേട്ടു. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോയ തീർത്ഥയുടെ അമ്മ അടുത്ത് കിടന്ന അവളുടെ ഷോളെടുത്ത് ആ കയ്യിൽ അമർത്തി ചുറ്റിക്കെട്ടിക്കൊണ്ട് ഇന്നലെ കൊട്ടാരത്തിലേക്കൊന്ന് ഓടി. അവിടെ പോയി വിവരം പറയുമ്പോൾ ഭാമയും ഡ്രൈവറും ഓടി വന്നിരുന്നു. പിന്നെ വേഗം തന്നെ തീർത്ഥയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇന്നലത്തെ സംഭവത്തിൻ്റെ ബാക്കിയായിരിക്കും ഇങ്ങനെ. തീർത്ഥ ചെയ്തെന്ന തീരുമാനത്തിൽ എത്തി നിന്നിരുന്നു ഭാമ. അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഭാമ വിളിച്ചു പറഞ്ഞത് പ്രകാരം സിദ്ധു ടെൻഷനോടെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ അവൻ തന്നെയാണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. മോനെ തീർത്ഥമോള്, തീർത്ഥയുടെ അമ്മ കരച്ചിലോടെ പറയുമ്പോൾ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഭാമയും സിദ്ധുവും കുഴഞ്ഞു നിന്നു. ഇന്ദ്രൻ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ മയക്കത്തിലായിരുന്നു. അതുകൊണ്ട് വിവരം പറയുമ്പോൾ സിദ്ധു അവനെ ഉണർത്താതെ പുറത്തേക്ക് ഓടുകയായിരുന്നു. ദക്ഷ, അവൾ കാരണമാണല്ലോ മോനെ ഇങ്ങനെ. തീർത്ഥമോളെ ഒത്തിരി വേദനിപ്പിച്ചു ആ കുട്ടി. ഭാമ പതിയെ ചോദിക്കുമ്പോൾ സിദ്ധുവിന് ഉത്തരമില്ലായിരുന്നു. അവനാകെ തകർന്നിരിക്കുവാണ്.